ഞായറാഴ്ച ലീവായപ്പോൾ എല്ലാവരും കൂടി നല്ല രീതിയിൽ ഇപ്പം ഒന്ന് ഭക്ഷണം വീട്ടിൽ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാന്നുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ഞങ്ങൾ എന്താ വെച്ചാൽ അതിലിടയ്ക്ക് അച്ഛൻ നല്ല സൂത മീൻ കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളയാണോ കറുപ്പാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾ കുറേ വെച്ചു ഞാൻ കറുപ്പാണെന്ന് പറഞ്ഞാൽ ഒരു വെള്ളയാണെന്നും പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ കൂടെ ആയിട്ട് എന്തായാലും വെള്ളമായാലും കറുപ്പായാലും സംഗതി സൂത മീൻ തന്നെ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കിയൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഫുള്ള് ക്ലീൻ ആക്കി. അപ്പോൾ ഞാനല്ല ഇന്ന് വൃത്തിയാക്കുന്ന ആൾ കൂടുതൽ ഇന്ന് അമ്മ കേട്ടോ. സാധാരണ ഞാനാണ് എല്ലാ മീനും കൊണ്ടുവന്നാലും വൃത്തിയാക്കലും കഴുകലും റെഡിയാക്കലും കട്ട് ചെയ്ത് കൊടുക്കലും മുറിച്ച് കൊടുക്കലൊക്കെ ഞാൻ തന്നെ കേട്ടോ. അങ്ങനെ ഇന്ന് അവളെ തന്നെ കേട്ടോ മസാല കൂട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും മീൻ മസാല ഒഴിച്ചു, മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പ് കൂടുതലായിട്ടൊന്നും ഇട്ടില്ല കേട്ടോ. നമ്മുടെ നോർമൽ ലെവലിലുള്ള മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല പുതിയ മീനാകുമ്പോൾ അതിൻ്റെ ഒരു വിധം മസാലക്കൂട്ട് കുറച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നല്ല മീനാണെന്ന് വെച്ചാൽ പറഞ്ഞത് പുതിയ മീനാണ് കാരണം ചീച്ചിലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കട്ട് ചെയ്തപ്പോൾ ചെറിയതാക്കി കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പൊടിച്ചിലാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ സംഗതി കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ എന്തായാലും മാറ്റം ഉണ്ടാവും. പുതിയ മീനും പഴയ മീനും ആകുമ്പോൾ തന്നെ കുറച്ച് പയക്കണ്ടെന്നതിനൊക്കെ ഒരു ഉണക്കൽ ചോയ വ്യാപകമായിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നല്ല ഇതാകുമ്പോൾ നമുക്ക് ഒരു വിധം കണ്ടീഷനിൽ കഴിക്കാൻ പറ്റിയൊരു കണ്ടീഷനാവും കേട്ടോ. കാരണം മീൻ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു സംഭവം കൊണ്ട് തിരിച്ചറിയും നമുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. ബെറ്ററാണോ ബാഡാണോ എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുണ്ടാക്കി കഴിച്ചൊരു കഷ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആദ്യം മോനത് ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റിലാട്ടോ. എന്തുണ്ടാക്കിയാലും ഓൻ്റെ കയ്യിൽ ആദ്യം കൊടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഓൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇത് സംഗതി സെറ്റാട്ടോ. കൂട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് നല്ലതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഭാഗവും അതിൻ്റെ പിടിച്ച് നല്ല സെറ്റാവും. അതിൻ്റെ നിലവിലുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവണ വരേക്കും നമുക്ക് അതൊന്ന് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് വയ്ക്കണത് നല്ലതാട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നല്ല സെറ്റപ്പായി ഒന്ന് ക്രിസ്പി ആയി മാറും കേട്ടോ. സംഗതിയൊക്കെ എരുമ്പൊളിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും എത്തേണ്ടടുത്ത് എത്തി നല്ല രീതിയിലാകുമ്പോൾ തന്നെ അത് സംഗതി പൊളിയാവും കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം മോനെ അത് അവിടെ വെയിറ്റിങ്ങിൽ തന്നെ കേട്ടോ. നല്ല അതിൽ തന്നെയാണ് വെള്ളക്കാട് ഉണ്ടായിരുന്ന വെള്ളമാണ് അയക്കി വെച്ചിരുന്ന വെള്ളമാണ് ഓൻ കുടിച്ചിട്ടോ. മോനെ പിന്നെ വെള്ളം ഏതായാലും കണക്കാനായിട്ടോ, എല്ലാ വെള്ളവും അതിനനുസരിച്ച് ഓൻ കുടിക്കും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ നല്ല സ്റ്റേജ് പഠിക്കുന്ന വാങ്ങിയ ചിക്കനാണ്. കുറച്ച് മതി, കൂടുതലാണ്ട. ആ ചിക്കൻ പപ്പയ്ക്കുള്ളതാണ്. ഇന്നത്തെ ഫുൾ കട്ടിങ് മാസ്റ്റർ വീടിൻ്റെ അമ്മ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് പൊതുവേ എല്ലാ സാധനവും ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യലും ഞാൻ തന്നെ കേട്ടോ പൊതുവേ. ഇന്നിപ്പോൾ ഞാൻ കട്ടിങ് കാര്യങ്ങളൊക്കെ ഓളോ ഏൽപ്പിച്ചു. അപ്പോൾ ഓള് പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ ചെയ്തോളാറുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ ചെയ്തോളാറുണ്ട്. അങ്ങനെ ഒന്നും ഞാൻ ക്യാമറാമാനായിട്ടോ, അങ്ങനെ ഓള് കട്ടിങ്ങിനൊന്നും ഞാൻ ക്യാമറാമാനായിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ ഇതെന്നും ചെയ്യുമ്പോൾ ഓർക്കൊന്നും അറിഞ്ഞിരിക്കേണ്ടത് നല്ലതല്ലേ അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത്. കാരണം അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കും, സെറ്റാക്കി കൊടുക്കും, കഴുകി കൊടുക്കും. അപ്പോൾ എന്തായാലും അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ഇന്ന് കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കില്ല. കാരണം ഇന്ന് വീട്ടിൽ നമ്മളെ വീട്ടിലുള്ള വരുന്ന അതിഥികളുണ്ട്. രണ്ടാമത്തെ ചേച്ചി വരുന്ന പറയുന്നത്, അപ്പോൾ ചേച്ചിക്കും കൂടി ആയിട്ടാണ് ചേച്ചി കളിയനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്നും ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ആക്കിയത്. വീട്ടിലിപ്പോൾ ഇപ്പോൾ 3 ആളും അത്രയല്ലേ ഉള്ളൂ, കൂടുതലായിട്ട് ആളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ള നിലയ്ക്ക് അങ്ങനെയായിരുന്നു എല്ലാവരും കൂടി സെറ്റ് ചെയ്തത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല. ഇന്നിപ്പോൾ ദിവസമൊന്നും പറയണ്ടല്ലോ, ഇപ്പോൾ ലീവല്ലേ. പൊതുവേ ലീവായത് കാരണം ഈ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ കോറി ഇപ്പോൾ തുറന്നിട്ടല്ലേ ഉള്ളൂ. കോറി ഇപ്പോൾ തുറന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കോറിയിലൊന്നും പണി റെഡി ആയിട്ടില്ല. പണിക്കാർ സീനുകൊണ്ട് ഇപ്പോൾ തുറന്നില്ല കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മളെ കോറിയിൽ പോകാൻ കേട്ടോ. അപ്പോൾ ഏതായാലും തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് നമ്മളെ കുറയിൽ പണിക്കാർ വരുന്നത് തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കല്ല് കിട്ടിയിട്ട് സെറ്റായിട്ട് വേണം. അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ സംസാരം എടുക്കാച്ചിട്ട് രാവിലെ നീച്ച് വണ്ടി എടുത്ത് സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ നേരെ നോക്കുമ്പോൾ ക്ലച്ച് സിലിണ്ടർ എന്താണെന്ന് അറിയില്ല കേട്ടോ, തീരെ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പോക്ക് 4:30 രാവിലെ നീച്ച് അതേമാതിരി തന്നെ റിട്ടേൺ വന്ന് കിടന്നുറങ്ങേണ്ട അവസ്ഥ ആയിട്ടോ. കാരണം കൂടുതലായിട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇത് തീരെ ക്ലച്ചില്ലേനു കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയില്ല നമ്മളെ വണ്ടിക്ക്. ഇരുമ്പിന് ജീവ വെച്ച പോലാകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ചിലപ്പം കേടരും, ചിലപ്പം നന്നാവും. അപ്പം നമ്മളെ കട്ടക്കാലം സമയം അനുസരിച്ചിരിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേട്ടാ ആദ്യമോനിതാ ഞങ്ങളും 2 ആളും കൂടി പീടികയിലൊക്കെ പോയി വന്ന്. അപ്പോൾ അമ്മ ഇതവിടെ ചിക്കൻ കറിക്കുള്ള ഒന്നായിട്ടൊക്കെ റെഡിയാക്കിക്കൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പോൾ ഏതായാലും പണിന്ന് അപ്പം അമ്മ ഉണ്ട് ഇവിടെ. എന്നാൽ എല്ലാവർക്കും ലീവാട്ടാ. ആദ്യം മുതൽ ഒറ്റയ്ക്ക് പല്ലേക്കേട്ടന്ന് തേക്കലുണ്ട് വന്നല്ലോ. അടക്ക് തേക്കലുണ്ട്. എന്നാലും നല്ല കുട്ടിയായിരുന്നത് പല്ലേക്കിനിട്ട ആള്. പുളിയാട്ടാ, ഒന്നും നോക്കണ്ട, പുളിയാണ്. ഞാൻ തേച്ചാണ്
എന്തൊക്കെയാണ് ആ തേപ്പ് കണ്ട് കാണുമ്പോഴേ അച്ഛനെ. അങ്ങനെ ചിക്കൻ കറിക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കട്ടോ അമ്മു. ഭയങ്കര സ്പീഡായിട്ട് അരിയില്ലേ. ഇവിടെ കോവാല അതെന്തോ പണിയിലാണ്, കച്ചറ കളിയിലാണ്. എന്താണെന്നറിയില്ല. എന്താ പണിയടാ എനിക്ക്? എനിക്കെന്താ പണിയടാ? അപ്പം ഗൈസ് ഇതാ ഉള്ളു ഈ വെളുത്തുള്ളി ചതയ്ക്കാനുണ്ട്. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. കരയാനിനി ഞാനില്ല, തിരിയാനും അപ്പം നെയ്ച്ചോറക്കുള്ള അണ്ടിയും മുന്തിരിയും പിന്നെ ഇതേമാതിരി സവോള ഒക്കെ സെറ്റാക്കിയത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബാക്കിയുള്ളത് കുക്കിംഗ് വരുന്നത് കൂടുതലും വിറകടുപ്പ് തന്നെയായിട്ട് വരുന്നത്. കാരണം ഇപ്പോൾ അത്യാവശ്യം വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിറകടുപ്പ് തന്നെ ചെയ്യാച്ചിട്ടാണ്. കാരണം പിന്നെ എന്താ വെച്ചാൽ വലിയ പാത്രങ്ങളൊക്കെയാണ് വെക്കാനുള്ളത് കേട്ടോ നമ്മൾ അടുപ്പമ്മൽ. അപ്പോൾ ചെമ്പ് വെച്ചിട്ട് ഇത് നമ്മളെന്താ വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കത്തില്ല. അപ്പോൾ ചെമ്പ് ഇതങ്ങനെ വെട്ടി സെറ്റ് ആയിക്കൊണ്ടേയിരിക്കും കേട്ടോ. വെള്ളം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട് കേട്ടോ. ചെമ്പത്ത് ഇതാ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇനി എണ്ണ അയക്കാനുള്ള പരിപാടി കേട്ടോ. ഇത്രയും നേരം അപ്പോൾ ഉള്ളിട്ട ഇനി ഇതാ ഉപ്പിടാണ്ട് ഇത് നല്ല വാട്ടാണ്ടിട്ട. കാരണം കുറച്ച് നേരം ഉപ്പിട്ട് കഴിഞ്ഞ് വാട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിട്ട. അപ്പോൾ അതുകൊണ്ട് ഇതാ ഉള്ളിട്ട് കഴിഞ്ഞ് ഇനി ഉപ്പിട്ട് കഴിഞ്ഞ് വാട്ടിക്കൊണ്ടിരിക്കട്ടെ പരിപാടി. അപ്പോൾ നല്ലോണം ഇളക്കണം കേട്ടോ. നല്ലോണം ഇളക്കലിനൊരു കുറവും വരുത്തിട്ട് കുറേ നേരം ഇളക്കണം. എന്നാലും ഇത് വാടി കിട്ടുള്ളൂ കേട്ടോ. ആദ്യമോനെ രാവിലെ തന്നെ കളിയിൽ അമ്മ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമോനെ അവിടെ കളിച്ചുകൊണ്ടിരിക്കട്ടെ. അന്ന് വലിയ കാര്യമായിട്ടുള്ള കളിയാണ് അവനിട്ട. ഭയങ്കര ഗൗരവത്തിലുള്ള കളിയാണ്. എന്താണെന്നില്ല ഇല്ലടാ എന്ത് കണക്കുന്ന ഇത്ര ഗൗരവത്തിലൊരു കളി അതെ. ഇന്നെന്താണ് ഉള്ളി വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിക്കൻ കറി ആട്ടോ. ഇന്ന് ചിക്കൻ മുളകിട്ടതാട്ടോ ഇന്നത്തെ കറി സ്പെഷ്യല്. ചിക്കൻ മുളക് സാധാരണ ഞങ്ങൾ തേങ്ങ വറുത്തരച്ചാണ് എന്ന് നെയ്ച്ചോറ് വയ്ക്കുമ്പോഴും കറി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ആയിട്ട് മുളക് അരച്ച ചിക്കൻ കറി നെയ്ച്ചോറ് അങ്ങനെ അല്ല മുളകിട്ട കറി അല്ലെങ്കിൽ സാധാരണ മുളങ്കറി എന്നൊക്കെ പറയും. ചിക്കൻ്റെ മുളഞ്ചാറ് ചിക്കൻ്റെ മുളഞ്ചാറ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അതാണ് ഇന്നത്തെ മുളകും കറി. ഞങ്ങൾ ആദ്യം ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇവിടെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ റെഡിയാണ്. അപ്പോൾ ഇത് അടുപ്പിൻ്റെ വിതലമേലാണ് നമ്മളിരിക്കേണ്ടത്. ഒന്നും നോക്കിയില്ല. പിന്നെ അവിടെ അമ്മ ഉണ്ട് എല്ലാവരും ഞങ്ങൾ ആദ്യം ഞങ്ങളിത് മീൻ പിടിക്കാൻ പോയിട്ടൊന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോയിട്ട് കുറേ അയക്കണം. മീൻ കിട്ടണം പിടിക്കണം. എന്താ ആദ്യം നമ്മളായിട്ടാ പോണത്? മീനിനെ പിടിക്കാൻ. അപ്പം ഞങ്ങൾ പോകട്ട. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് നല്ലോണം വഴറ്റി വന്നതിൻ്റെ ശേഷം ഒരു കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് ജീരകം ഇട്ട് അതിൻ്റെ ശേഷം തക്കാളി ഇട്ടു പച്ചമുളകും ഇട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ട് കണ്ടിട്ടാക്കണം. ആകെ ഇപ്പോൾ നിലവിലിട്ടത് ഉലുവ ജീരകം തക്കാളി പച്ചമുളക് വലിയ പച്ച ഉള്ളി ഇട്ടോ. ഇനിയും കുറേ സാധനങ്ങൾ ഇടാണ്ട് പച്ചക്കാവും. അടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ടേക്ക്. ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുകൊണ്ട് നല്ല ഇളക്കണം കേട്ടോ. നല്ലോണം ഇളക്കണം കേട്ടോ. അപ്പോൾ സെറ്റാവും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിങ്ങനെ നല്ലോണം ഇളക്കാണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്രവും ചട്ടിയൊന്നും ഇങ്ങനെ അതിൽ നിൽക്കാതെ കാണുന്ന ഒരു സിസ്റ്റം വരും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ പാത്രം അതിനിങ്ങനെ ഇളകിയും കൊണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ സാധനതാ ഇതിങ്ങനെ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഒരു പിടുത്തം പിടിക്കുന്നിട്ട് ഇത് അങ്ങനെ അങ്ങോട്ട് പിടിക്കും. അപ്പോൾ ഒരു തരി ഇളകൂല. മനസ്സിലാകണ്ട? എങ്ങനെയുണ്ട് ഇതിങ്ങനെ വെച്ചാൽ ഒരു തരി ഇളകൂല. അപ്പോൾ എങ്ങനെ ഇളക്കാം? അപ്പോൾ ഈ ടെക്നോളജി ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഓക്കെ. ഇതിൻ്റെ ഇത്തിരി മഞ്ഞപ്പൊടി ഇടാണ്ട് അപ്പോൾ ഇത്തിരി മുളക് പൊടി ഇടാണ്ട്. അപ്പോൾ ഈ മുളക് കൂടുതൽ ഇട്ടതായതുകൊണ്ട് മുളക് ഒഴിവാക്കട്ടെ. കുറച്ചിടാണ്, കൂടുതൽ ഇടണില്ല. മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതാ മുളക് പൊടി ഇടാണ്. അപ്പോൾ ഈ കൂടുതൽ മുളക് ഓൾറെഡി അതിലുണ്ടായത് കൊണ്ട് മുളകും പൊടി കുറച്ച് ഇടണുള്ളൂ കേട്ടോ. കൂടുതൽ ഇടണില്ല. അപ്പോൾ ഇത്തിരി ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇനി മൊത്തത്തിൽ നല്ലോണം ഇളക്കട്ടോ. അടുപ്പൊന്നും അങ്ങോട്ട് കയറ്റി വെച്ചാട്ടോ. നമ്മൾ ഗ്യാസുമ്മലാണെന്നുണ്ടെങ്കിൽ ലോ ഹൈ ഫ്ലെയിമിലൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ അതുകൊണ്ട് ലോ ഹൈ ഫ്ലെയിമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിലവിൽ കരപ്പുറത്ത് കയറ്റി വെച്ച് കണ്ട് ഇളക്കലാട്ടോ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, നല്ല സൂപ്പറായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിലെല്ലാം ഇട്ടതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഇതിലിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകം മറക്കണ്ട, പാത്രം ഇളകാതിരിക്കാൻ വേണ്ടി ഈ സാധനം ഇട്ട് കണ്ടൊരു പിടുത്തം പിടിച്ചാൽ ഇളകൂല കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇപ്പം പറഞ്ഞുതരാം. നമ്മളെ ചിക്കൻ ഇടാനുള്ള ടൈമായി. അപ്പോൾ ഇതാ ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കട്ടോ. ചിക്കൻ അതുകൊണ്ട് 1 കിലോൻ്റെ ലെവലിലൊക്കെ ഉണ്ട് കേട്ടോ ചിക്കന് മൊത്തത്തിൽ. നമ്മൾ സ്റ്റേജിൽ പഠിക്കുന്ന വാങ്ങിയ ചിക്കനാട്ടാ. വീണ്ടും പറയാണ്, അവിടെ ബ്രേക്കോളി ഓഫറാണ്, എപ്പോൾ ചെന്നാലും തിരക്കാണ്, അതിനനുസരിച്ച് ഭയങ്കര ഇതാണ്. അടുത്തുള്ളവർ പോയാൽ മതി, ദൂരമുള്ളവരൊന്നും പോയിട്ട് വരുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി ചിക്കൻ വെന്ത് വരുമ്പോൾ തന്നെ ഇതിന് നല്ലോണം വെള്ളം ഇറങ്ങും കേട്ടോ. ബ്രോയിലർ ആയതുകൊണ്ടാട്ടോ. ലഗോണാണെന്നുണ്ടെങ്കിൽ ലഗോണ് അപ്പം അങ്ങ് ഒരുപാട് നേരം വെക്കണം. അത് വേവിച്ച് കിട്ടുമ്പോഴേക്കും നേരം കുറേ ആവും കേട്ടോ. ഉച്ചയ്ക്കാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇട്ടാവുള്ളൂ. ലഗോണ് അത്യാവശ്യം സമയം വരും അത് വെന്ത് കിട്ടണമെങ്കിൽ. കുക്കറിലൊരു 5 വിസിലൊക്കെ അടിച്ചാൽ നല്ല ചേർക്കൊക്കെ വേവും. അപ്പോൾ ഈ ബ്രോയിലർ ആകുമ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ വേവും കേട്ടോ. അപ്പോൾ ഏതായാലും ചിക്കൻ കറി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. മുളകിട്ട ചിക്കൻ കറിയാണ്. കുറേ ഇപ്പം ഇങ്ങനെ മസാലയൊക്കെ അരച്ചുണ്ടാക്കലോ, തേങ്ങ അരച്ചൊക്കെ ഉണ്ടാക്കല് ചിക്കൻ കറി ഇതൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ നോക്കുക വെറൈറ്റി ആയിട്ട്. കറി ഇങ്ങനെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല വെള്ളം, ചിക്കൻ്റെ വെള്ളമൊക്കെ കൊണ്ട് വലിഞ്ഞു വരട്ടെ. എന്നിട്ട് വേണമായിട്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാൻ. നമ്മളെ ചിക്കൻ ഏതാണ്ടൊക്കെ ആവിതായി സെറ്റായി വെന്ത് കഴിഞ്ഞിട്ടാണ്. അപ്പം ഇനി നോക്കട്ടെ, നമ്മുടെ ചിക്കൻ മുളകിട്ടത് നോക്കട്ടെ. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കറി കമ്മിയായി കഴിഞ്ഞാൽ തയ്യാതിരിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് ഇത്തിരി വെള്ളം ഒഴിച്ച് കേട്ടാം. അപ്പോൾ തന്നെ കരിവേപ്പിൻ്റെ ഇടുകയാണെങ്കിൽ കരിവേപ്പിൻ്റെ ഒന്നായിട്ടാണ് ഇടാച്ചിട്ടാ. പിന്നെ രുചിയാണെങ്കിൽ ലാസ്റ്റാണ് എടുത്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ. പിന്നെ ഇതാ വെന്തുകൊണ്ടിരിക്കട്ടെ. ഇപ്പം 10 മിനിറ്റ് കൊണ്ട് റെഡി ചിക്കൻ കറി. ചിക്കൻ മുളകിട്ടത് റെഡിട്ടാ. ഒരു ഇത്തിരി കൂടി ഗരം മസാല ഇട്ടിട്ടുണ്ട്, കമ്മിയായി തോന്നി അതുകൊണ്ട് ഇട്ടേട്ടാ. മീൻ കൊളത്തത്തെ മീനാളാട്ടത്. കാരണം മീൻ കുറേ ചത്ത് പൊന്തിയപ്പോൾ ഞാൻ വെള്ളമൊക്കെ മാറ്റി റെഡിയാക്കിയാണ്. ഒക്കെ വലിയ മീനാളാട്ടതിലുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ 8 എണ്ണം 9 എണ്ണമായിട്ടുള്ളൂ ആകട്ടെ. ബാക്കിയുള്ളതൊക്കെ പോയിട്ടാണ്, കുറേ ചത്ത് പോയി. അപ്പോൾ അത് വലിയൊരു വിഷമമായി പോയിട്ടോ ഈ സമയത്ത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ ഇതേമാതിരി. ഇനി 8 എണ്ണം 9 എണ്ണമായിട്ടുണ്ട് ഇതേമാതിരി. വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ചത്താട്ടതിൽ. പിന്നെ ഈ മരത്തിൻ്റെ മുകളിൽ ഇലകളൊക്കെ വെക്കുന്നുണ്ട്, അത് അങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇനി പുതിയ ബാച്ച് അവിടെ റെഡിയാണ്. ഇതാ നമ്മളെ പഴയ നിങ്ങളൊക്കെ കുട്ടികളുണ്ട് അവിടെ റെഡി ആയിട്ട് അതിന് ഇതിക്കിടാനുള്ള കേട്ടോ. ഞാൻ മീൻ്റെ കുട്ടികളായിട്ട് അയക്കിടാനുള്ളത്. ഇപ്പോൾ ഒക്കെ സെറ്റ് അയക്കണം കേട്ടോ. കുട്ടികളൊക്കെ റെഡി ആയിക്കണം. ഇനിയിപ്പോൾ ഇവരെ അയക്കിടാനുള്ളതാണ്. വലിയവരൊക്കെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇന്നാളിവിടെ പാറ്റി ഉണ്ടായതാണിത്. ഇയാൾ ഒന്നരാട് ഇങ്ങനെ വന്ന് നോക്കൂട്ട. പേടിയാണ്, എന്നാലും ഒപ്പം ഉണ്ടാവുമ്പോഴേ നോക്കിക്കോളില്ല നോക്കാൻ. അപ്പോൾ തന്നെ ചിക്കൻ കറി ഇറക്കി വെച്ച് ചിക്കൻ കറി എടുത്ത് കഴിഞ്ഞപ്പോൾ അതാ നമുക്ക് നെയ്ച്ചോറിനുള്ള പാത്രം വെച്ചുട്ടോ. ഇനി അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ്. എന്നിട്ട് വെളിച്ചെണ്ണ കേട്ടോ എന്ന് വെച്ചത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തത്. വെളിച്ചെണ്ണ വെച്ച് ഇനി അടുത്തത് പട്ട, കറാമ്പൂവ്, ഗ്രാമ്പൂ ഇതിട്ടിട്ടോ. ഇനി അടുത്തിടാൻ പോണ ഉള്ളി കേട്ടോ. അപ്പോൾ കുറച്ച് ഏലക്കായ ഇട്ടിട്ട് ഒരു 3-4 ഏലക്കായ ഇട്ട്. അപ്പോൾ ഇനി നല്ല വാടാനായിട്ട് ഇനി ഇതാ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാ. അപ്പോൾ ഉപ്പിട്ടൊന്ന് വാടി കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട്. അപ്പം നമ്മൾ ചോറിൽ വെള്ളം ഒഴിക്കുന്നത് ഈ ഉപ്പ് തന്നെ ആവും നമുക്ക് ചോറിലും പെർമനൻ്റ് ആയിട്ടുള്ള ഉപ്പിട്ടാം. അപ്പോൾ ഇനി എക്സ്ട്രാ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ മതിയാവും. അപ്പോൾ ഇത്തിരി ക്യാരറ്റും കൂടി ഇട്ടിട്ടാ. ക്യാരറ്റ് നല്ല സ്ലിമ്മായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് അതും കൂടി ഇട്ടിട്ടോ. അപ്പോൾ അതിട്ട് മൊത്തത്തിൽ നല്ലോണം ഇളക്കി കൊടുത്തിട്ടൊന്ന് വാടണം കേട്ടോ. ഇത്തിരി അടച്ച് വെച്ച് കഴിഞ്ഞാലൊന്ന് വാടാൻ കിട്ടത്. വാടി കഴിഞ്ഞിട്ട് വേണം ഇട്ടത്. ഒരു ഡവറയ്ക്ക് ഒരു ഫുള്ള് ഡവർ അരിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് 1.5 കപ്പ്, അതിൻ്റെ 1.5 വെള്ളം എടുക്കണം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണേ, ചെറിയ കാസിൽ ഇങ്ങനെ ഒഴിച്ച് നിറച്ചുകൊണ്ടിരിക്കട്ടെ. അടി ഇളക്കല്ല, കലങ്ങുണ്ട്. ഇതിപ്പോൾ ചുടുവെള്ളമാട്ടത്, നല്ല നമ്മളെ വീട്ടിൽ തിളപ്പിച്ചാറി വെച്ച വെള്ളമാട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളമാണ് ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാട്ടോ. ചെറിയ ചൂടുണ്ട്, ചൂടില്ലായൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു ആരെയും കൂടി എടുക്കും. അപ്പോൾ അതാട്ടോ 1.5 കപ്പ്, അതിൻ്റെ 1.5 പാത്രം വെള്ളം ഒഴിച്ചിട്ടോ. ഇനി അത് ഇളക്കിയിട്ട് ഇതാക്കാണ്ട്
ിരിക്കുകയാണ്. അപ്പോൾ ഒരു മുറി നാരങ്ങ, 2 മുറി നാരങ്ങ ആക്കി പിയ്യുകൊണ്ട് വെക്കണം. അപ്പോൾ ഒന്ന് അരിയൊക്കെ ഒന്ന് വേറിടാന്നുള്ള ലെവലിലാണ്. അപ്പോൾ ഞാൻ കുരുവൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം നാരങ്ങ പിയ്യാൻ കേട്ടോ. ഇവിടെ ഒരാൾ കാത്തിരിക്കുകയാണ്. ഇത് പായ കഴിക്കാന്ന് പറഞ്ഞാൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ചിക്കൻ കറി കഴിഞ്ഞപ്പോൾ അരിയും കൂടി സെറ്റായാൽ പൊളി. അവിടെ ഒക്കെ റെഡി ആട്ടാ. അപ്പോൾ അതാ അരി തിളച്ച് ഇനിയിപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് അരി ഇടാന്നുള്ളൊരു കടമ കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇതിപ്പോൾ വെട്ടി തിളച്ചിട്ടാ 10 മിനിറ്റ് കൊണ്ട് വേവിട്ട് ഇനി ഇനി ഒരു 10 മിനിറ്റ് അരി ഒന്ന് വേകണം കേട്ടോ. ഇത് നല്ല അരി കേട്ടോ, മറ്റേ ജീരകശാല ലെവലുള്ള അരിയാണ്. നെയ്ച്ചോറുള്ള സമ്മന്തിയാണ് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് മിക്സ് ഓൺ ആക്കി കഴിഞ്ഞൊന്നും കേൾക്കൂല കേട്ടോ. നെയ്ച്ചോറുള്ള സമ്മന്തി ഇപ്പോൾ അമ്മ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പം ഇനി അത് ആദ്യമേ താഴത്ത് കളിച്ചുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. ചോറ് തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഒരു 5 മിനിറ്റ് കൂടി തിളക്കേണ്ടി വരും, നോക്കാം നമുക്ക്. അപ്പോൾ ഏതാണ്ടൊക്കെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട്, അരി വെന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പം സെറ്റ് ആവും, അടുത്ത തുറക്കലിൽ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ചോറ് തട്ട വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്, സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് കഴിക്കാനുള്ള സമയം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചോറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ കഴിക്കാൻ നിൽക്കുമ്പോൾ കേട്ടോ ഡാഡി വരുന്നുണ്ട്. അപ്പോൾ ഡാഡി വന്ന് ഒന്നിച്ച് കഴിച്ചിട്ട് നിങ്ങൾ എന്നിട്ട് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വനസ്പതിൻ്റെ നെയ്യാട്ടോ ഒഴിക്കേണ്ടത്. കുറച്ച് വന്നിട്ടുണ്ട് ഈ വനസ്പതിൻ്റെ സൂപ്പർ നെയ്യ് ഒഴിച്ച് കുറച്ച്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ ഡെക്കറേഷൻ വർക്കുകളാണ്. അത് നമ്മൾ ഒനിയൻ ഫ്രൈ, ഉള്ളി പൊരിച്ചെടുത്തത്, പിന്നെ അതിക്ക് നേരെ നമ്മൾ അണ്ടി മുന്തിരി വറുത്തത് കേട്ടോ, സെറ്റ്. അപ്പോൾ നമ്മളെ ചോറ് റെഡി ഇനി കുറച്ചേരം ദമ്മിടാൻ ഇട്ടത്. പിന്നെ അതിക്ക് ഇതാ നല്ല ഡിസൈനിൽ നോക്കിയിട്ട് പച്ചക്കുട്ടന്മാർ വന്നിട്ടാ ഡിസൈൻ പുതിന. അപ്പോൾ നെയ്ച്ചോറ് ദമ്മിട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ദമ്മിട്ട് കഴിഞ്ഞ് ഇനി നേരെ നമ്മളെ സൂതമീൻ പൊരിക്കാൻ കേട്ടോ. പിന്നെ അതും കൂടി സെറ്റ് ചെയ്താൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. അപ്പോൾ അതാ പഞ്ഞി ഇടൽ തുടങ്ങിയിട്ട്. അപ്പോൾ മീൻ സൂതൻ്റെ പഞ്ഞീനാട്ടത് ഒരു 3-4 പഞ്ഞിയുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടാൽ നല്ല സെറ്റ് ആവില്ല. അത് രാവിലെ ഇതാക്കുക, കുറച്ച് മുന്നേ അണ്ടിയും മറ്റേത് ഇതാക്കിയത് എണ്ണ ഇട്ടത്, നല്ല കറുത്തക്കണാവുകൊണ്ടൊന്നുമില്ല. അണ്ടിയും മറ്റേ ഇതേമാതിരി ഉണ്ടല്ലോ നമ്മളെ ഉള്ളിയും പിന്നെ മുന്തിരിയൊക്കെ പൊരിച്ചെടുത്ത എണ്ണ, അതുകൊണ്ടാണ് ആ കളറ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കേടൊന്നുമില്ല, അതാണ് നല്ല തെറ്റാണ്. ചൂതമ്മി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ദമ്മ് പൊട്ടിച്ചിട്ട് വേണം നെയ്ച്ചോറും കഴിക്കാനായിട്ട് ഒന്നിച്ച്. അപ്പോൾ അതെട്ടോ സൂതമ്മയും കോരാട്ടാ. അപ്പം ഇനി ഏതായാലും ഇതൊക്കെ ആയിട്ട് വേണം ഞങ്ങൾക്ക് ചോറ് തിന്നാൻ. അപ്പം ഇന്നലെ അച്ഛൻ കൊണ്ടുവന്നാണ് പുതിയ സൂതമീനാട്ടാ. ഒരു 3-4 ഉണ്ടായിരുന്നു, കുറച്ച് വലിപ്പമുള്ള 4-5 ഉണ്ടോ, ഒരു മിഡിൽ സൈസ് ഉണ്ടല്ലോ, അതിൽ വീഡിയോയിലുണ്ടല്ലോ, മീനെ കാണാലോ. അപ്പോൾ ദമ്മ് പൊട്ടിക്കുകയാണ് നമ്മളെ നെയ്ച്ചോറ്. അപ്പോൾ അത് സെറ്റായിട്ട് ഇനി ഏതായാലും നോക്കാം. അപ്പം ഞാൻ ഒന്നിങ്ങനെ പുറത്തേക്ക് മാറ്റി വെച്ചിട്ടൊന്ന് കോരി നോക്കട്ടെ എന്തൊക്കെയാണ് അതിന് വെറ്റേഴ്സ്, എങ്ങനെ ചോറൊക്കെ വന്തനാന്നൊക്കെ സെറ്റായി നോക്കട്ടെ. അപ്പോൾ റെഡി ആയിട്ടാ. അപ്പോൾ സെറ്റ് ആയിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി നേരെ കഴിക്കാം. അപ്പോൾ സംഗതി സെറ്റായിട്ടാ, നെയ്ച്ചോറ് സെറ്റായി, കുഴപ്പമില്ല, നല്ല സൂപ്പർ ആയിക്കണല്ലേ, അടർന്ന് കയറത്തില്ലല്ലോ. അപ്പോൾ അരിയൊക്കെ നല്ല വേറെടുക്കും കേട്ടോ, നല്ല സെറ്റ് ആയിക്കണം കേട്ടോ. ഏതായാലും വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കേണ്ട കുറച്ച്, എന്നിട്ട് ഇപ്പോഴത്തേക്കിന് എടുക്കാനുള്ളതാണ്, കഴിക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റി വെച്ചിട്ട് അപ്പോൾ ഏതായാലും ഇന്ന് 2 നേരത്തേക്കുള്ള കേട്ടോ, ഉച്ചയ്ക്കും രാത്രിക്കും കേട്ടോ. ഇന്ന് ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നല്ല സന്തോഷം, അവർക്ക് ഇന്ന് സന്തോഷമായിട്ട് കൊടുക്കാം. പക്ഷെ ആരുമില്ല. ഞങ്ങളത് നെയ്ച്ചോറ് സൂപ്പറായിട്ടാണ്, ഒന്നും പറയല്ല, കിടക്കാച്ചി അയക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്ന് ഞങ്ങളിന്ന് കഴിക്കാൻ പോട്ടെ. അപ്പോൾ സെറ്റായി, ഡാഡി കഴിച്ചിട്ട് വേണം ഞങ്ങൾ കഴിക്കൂ. അപ്പോൾ ആദ്യം പോതട്ടെ കാർത്തു നോക്കിയാണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാട്ടാ. കാർത്തു നോക്കിയാണ്ട് പാവാണ്.
നല്ല കുട്ടിയാണ് അല്ലേ? എൻ്റെ ഫോണിലാട്ടോ അവന് കാത്തു നോക്കി തിന്നേണ്ടത്. അപ്പിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കട്ടെ. ഒക്കെ സെറ്റായി ഇതാ കഴിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കണം. ഞങ്ങളിതാ സെറ്റായി. ഞങ്ങൾ നെയ്ച്ചോറും ചിക്കനും. സമയം ഏതാണ്ട് 2 മണി. അപ്പോൾ ഏതായാലും ഞങ്ങൾ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കേണ്ട. എല്ലാവരും ആദ്യം